ഫിഫ്ത്ത് ചാപ്റ്ററിലെ എക്സസൈസ് 5.1-ലെ 7th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. വിത്തൗട്ട് ആഡിങ് ഫൈൻഡ് ദ സം. ആഡ് ചെയ്യാതെ നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 + 3 + 7 + 9 അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്ത് നമ്പറോ? ഓഡ് നമ്പേഴ്സ് ആണ്. എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. നമുക്ക് അറിയാം 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇക്വേഷൻ n². എങ്ങനെയാണ്? 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷനാണ് n². n മീൻസ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1 2 3 4 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ n² അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് 5² മീൻസ് എത്ര കിട്ടും? 5² 25. ഇനി സെക്കൻഡ്, ഇതും 1 3 5 7 9 11 13 ഇതെല്ലാം എന്താ? ഓഡ് നമ്പേഴ്സ് തന്നെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ n². എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് 10. n² അല്ലേ. അപ്പോൾ 10². ഇവിടെ n എന്ന് പറയുന്നതാണ് ഇവിടെ 10. അപ്പോൾ ആ സ്ക്വയർ 10² എന്ന് വെച്ചാൽ എത്രയാണ് നമ്പർ? 100. 10 × 10 അല്ലേ. 10 × 10 100. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര എണ്ണം നോക്കാം. കാരണം ഇതും ഓഡ് നമ്പേഴ്സ് ആണല്ല അല്ലേ. അപ്പോൾ n². 1 2 3 4 5 6 7 8 9 10 11 12 എന്തോരും? 12². 12² എത്രയാ? 144. ആൻസർ കിട്ടിയില്ല എല്ലാത്തിൻ്റെ. അപ്പോൾ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിന്റെ ഇക്വേഷനാണ് n². n മീൻസ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. ആ ഇക്വേഷനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കി അത് അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x + 49 ആസ് ദ സം ഓഫ് 7 ഓഡ് നമ്പേഴ്സ്. 7 ഓഡ് നമ്പേഴ്സിന്റെ സം 49 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. 7 ഓഡ് നമ്പേഴ്സിന്റെ സം തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചതാണ്. 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു n². n മീൻസ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇവിടെ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് എത്രയാ? 7. ഈ 7² ആണ് 49 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി 49 എങ്ങനെ സം ആയിട്ട് കിട്ടും? ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതൊക്കെ വരും? 1 + 3 + 5 + 7 + 9 + 11 + 13. 7 നമ്പേഴ്സ് ആയില്ലേ? 1 2 3 4 5 6 7. അപ്പോൾ ഫസ്റ്റത്തെ 7 ഓഡ് നമ്പേഴ്സ് അതാണ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, x + 121 ആസ് ദ സം ഓഫ് 11 ഓഡ് നമ്പേഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. 11 ഓഡ് നമ്പേഴ്സിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 11² ആണ് 121. 11 വന്നെങ്ങനെയാണ്? ഫസ്റ്റ് 11 ഓഡ് നമ്പേഴ്സിൻ്റെയാണ് അത്. n² = 11² = 121. ഇനി 121 എങ്ങനെ സമ്മായിട്ട് കിട്ടും? ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാൽ 121 കിട്ടുമെന്ന് നോക്കാം. ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് 11 ഓഡ് നമ്പേഴ്സ് എഴുതുക. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 17 19 21. 1 2 3
4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ 11 ഓഡ് നമ്പേഴ്സ് ആയില്ലേ? ഫസ്റ്റ് 11 ഓഡ് നമ്പേഴ്സ് ആയി. ഇതിൻ്റെ സമ്മ എത്ര വരും? 121 വരും. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? ഫസ്റ്റ് വന്നിരിക്കുന്നത് 12 ആൻഡ് 13. 12 സ്ക്വയറിൻ്റെയും 13 സ്ക്വയറിൻ്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 12 സ്ക്വയർ ആൻഡ് 13 സ്ക്വയർ, ആ രണ്ടിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ നമ്പറിന് ഇടയ്ക്ക് വരുന്ന ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 3 സ്ക്വയർ 9. ഇതിൻ്റെ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 6, 7, 8. അപ്പോൾ എത്ര നമ്പർ കിട്ടി? 4 അല്ലേ? ഇപ്പോൾ 2 സ്ക്വയറിനും 3 സ്ക്വയറിനും ഇടയ്ക്കുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള നമ്പർ ഇതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ സംഖ്യകളാണ് നമുക്ക് ഇതുപോലെ ചെയ്യാം, വലിയ സംഖ്യകൾ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2n. എന്താണ് ഇക്വേഷൻ? 2n. അപ്പോൾ 2n കണ്ടുപിടിക്കുമ്പോൾ ആലോചിക്കണം, ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്തടുത്തുള്ള സംഖ്യ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 12ഉം 13ഉം അടുത്തടുത്തുള്ള നമ്പറാണ് അല്ലേ? അപ്പോൾ ഇതിൽ പിന്നെ അടുത്ത കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആണോ 13 ആണോ ഈ n ആയിട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ചെറിയ സംഖ്യ ഏതാണോ അതാണ് n ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഇപ്പോൾ 12 ഉണ്ട് 13 ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ n ആയിട്ട് എടുക്കേണ്ടത്, ചെറിയ നമ്പറിന്. കാരണം അടുത്ത നമ്പർ വരുമ്പോൾ നമ്മൾ എന്തായിട്ട് വരും? ഇതിനെ n+1. ഇതിൻ്റെ ഒപ്പം ഈ ഫസ്റ്റ് സംഖ്യയുടെ ഒപ്പം 1 കൂട്ടുന്നതല്ല നെക്സ്റ്റ് നമ്പർ. അപ്പോൾ n ആൻഡ് n+1 ആയിരിക്കും അടുത്ത നമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ 2n ഈ n എന്തായിട്ട് എടുക്കണം? അതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സ്മോളസ്റ്റ് നമ്പർ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കാം, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിന് മാത്രമേ ഇത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 2n എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ ഏതാ ഇതിൽ പറഞ്ഞത്? n = 12 ആണ്. അപ്പോൾ 2 × n 12. 2 × 12 24 അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടി. 12 സ്ക്വയറിനും 13 സ്ക്വയറിനും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25 ആൻഡ് 26. സെക്കൻഡ് ക്വസ്റ്റ്യൻ 25 ആൻഡ് 26 അല്ലേ? അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇക്വേഷൻ എന്തായിരുന്നു? 2n. n ഏതാ എടുക്കേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ, അതായത് 25. അപ്പോൾ 2 × 25. 2 × 25 50. അപ്പോൾ ആൻസർ എത്രയാണ്? 50. 25 സ്ക്വയറിനും 26 സ്ക്വയറിനും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? 50. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. എന്താ? അല്ലേ? 99 സ്ക്വയറിനും 100 സ്ക്വയറിനും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ 99 സ്ക്വയർ ആൻഡ് 100 സ്ക്വയർ. ഇക്വേഷൻ 2n. n ഏതായിരിക്കും? 2 × n ഏതായിരിക്കും എടുക്കേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ, അതായത് 99. 2 × 99, 9 2s are 18, 9 2s are 18 plus 1, 198. അപ്പോൾ 99 സ്ക്വയറിനും 100 സ്ക്വയറിനും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം 198. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പ്രോബ്ലംസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.